എടാ കുഞ്ഞോനെ, ഞാൻ ന്യൂസ് ഒന്ന് വെച്ചടാ. ടി വി ഒന്നും തുറക്കാതിരിക്കാൻ നല്ലേ. ഇതൊന്ന് വെക്ക്. ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ വഷളാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജോമി അലക്സാണ്ടറിലേക്ക് പോവുകയാണ്. ജോമി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനൂപ്, തീർച്ചയായിട്ടും ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഗൾഫ് മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്തൊക്കെ ചെയ്യാ? ജാഗോനെന്ന് വിളിച്ചേ. എടാ ജാങ്കോ, ഞങ്ങള് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എടാ എന്തപ്പോ അവിടെ നിങ്ങളൊക്കെ അവസ്ഥ എന്താണ്? ഇവിടെ കുവൈത്തിൽ കുഴപ്പമൊന്നുമില്ലടാ, ഇവിടൊക്കെ സാധാരണ പോലെ തന്നെ. നിങ്ങളെ ആ ജലീലിനൊന്ന് വിളിക്ക്, ഒരാകെ വേജാറായിട്ടുള്ളത്. പട്ടാള ക്യാമ്പിന്റെ അടുത്താണല്ലോ അവർ താമസം. അപ്പൊ അവരോട് എന്താ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ആകെ കരച്ചില. ആടാ ഓക്കെടാ, ഞാനിപ്പോ തന്നെ നോക്ക് വിളിച്ചു നോക്കട്ടെ. ഹലോ. എടാ ജലീലെ, എന്തിട്ട് പാട്? സുഖല്ലടാ? ഇങ്ങനെ പോണടാ, കുഴപ്പമൊന്നുമില്ല. പണിയൊന്നും നടക്കില്ല. നിങ്ങളൊക്കെ വിളിക്കുമ്പോഴാണ് ഒരു ആശ്വാസം. അതുകൊണ്ടാണല്ലോ മുത്തേ അന്നെ ഞങ്ങൾ വിളിക്കണേ. ആ, ന്യൂസ് കാണുമ്പോഴാണ് വേജാറ് കൂടുന്നത്. എടാ നിങ്ങള് സേഫ് അല്ലേ? ഞാനിപ്പോ ന്യൂസ് ഒന്നും കാണില്ല. നമ്മളെ കാര്യം മാത്രല്ലല്ലോടാ, നമുക്ക് അന്നം തരുന്ന നാടിനൊരു നാശം വരുമ്പോ നമുക്ക് ബേജാറുണ്ടാവില്ലേ? ഇപ്പൊ ശമ്പളം തരുന്ന ആൾക്കാർക്ക് നഷ്ടം വരുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? എടാ ജി ബേജാറാവണ്ട, ഞങ്ങളെ പ്രാർത്ഥന ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ നാസറുണ്ട്, ഞാൻ കൊടുക്കട്ടാ. എന്താ പാട്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ ആകെ വെള്ളത്തിലാണ്ടാ. പിന്നെ ഈ പെരുന്നാൾ ഞാനൊന്നും അയക്കൂലട്ടാ. ഇത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്താ. എടാ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, അതൊന്നും പ്രശ്നങ്ങളല്ല. വീട്ടിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഉമ്മ വിളിക്കും 2-3 വട്ടം. ഉമ്മയുടെ അത്ര ബേജാറ് ആർക്കും ഉണ്ടാവില്ലല്ലോ. ഓളും വിളിക്കും, കടമ നിറവേറ്റും. മക്കള് പോലും വിളിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരും. നോമ്പൊക്കെ അല്ലടാ, അതിന്റെ തിരക്കാവും, അതുകൊണ്ടാവും വിളിക്കാത്തത്. നമ്മളിവിടെ കിടന്ന് ഞാൻ നയിക്കണ കാരണം അവർക്ക് അവിടെ തിരക്കാവല്ലോ. നമ്മളെ സുനിലോട് ചോദിച്ചെന്ന് പറഞ്ഞാ. ആടത്തെ സുലിപടണ്ടാ, ഞാൻ കൊടുക്കാം. ജലിയെ, അസ്സലാമു അലൈക്കും. അലൈക്കും മുസ്സലാം. അളിയ, നീ സേഫ് അല്ലേ? ഞാൻ സേഫാണ്. പക്ഷെ അവിടെ ബോംബ് പൊട്ടി, ഇവിടെ മിസൈല് വീണ് കുറെ ആളുകൾ മരിച്ചെന്നൊക്കെ കേൾക്കുമ്പോ ബേജാറാണ്ടാ. ഏത് മതക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും നമ്മളെപ്പോലെ ജീവിക്കാൻ കൊതിയുള്ള ആൾക്കാരെന്നല്ലേ, നമ്മളെപ്പോലെ കുടുംബ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരെന്നല്ലേ അവര്. അളിയ, നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ അതെന്താ ചെയ്യാൻ പറ്റുക? എല്ലാരും വിളിക്കലില്ലേ? ആവശ്യങ്ങൾക്ക് എല്ലാരും വിളിക്കും സുനിയെ, പക്ഷെ വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിക്കുന്നവർ കുറവാ. പക്ഷെ അനക്ക് സുഖമില്ലടാന്ന് ചോദിക്കാനാണ് ആരും ഇല്ലാത്തത്. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം അല്ലേ? ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കണ യന്ത്രമാണ് പ്രവാസിന് തോന്നിപ്പോവണ്ട. പ്രാവശ്യത്തെ പെരുന്നാളിന്റെ കാര്യമൊക്കെ പോക്കാം. നിങ്ങളെന്റെ വീട്ടിലൊന്ന് പോന്നട്ടാ. ഈ പെരുന്നാൾ ഞാനൊന്നും അയക്കൂലട്ടാ. എന്റെ അമ്മനോട് പറയും ഞാൻ ചോദിച്ചില്ല. അച്ചാള. നമുക്ക് ജലീലിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ആടാ, ഞാനത് പറയാൻ നിൽക്കരുത്, നമുക്കിപ്പോ തന്നെ പോന്ന. എടാ ഒരു മിനിറ്റ്. അല്ല സുനി, എനിക്ക് അമ്പലത്തിൽ പോണ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താന്നറിയില്ലടാ, ജലീല് വിളിച്ചപ്പോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത.